ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് B2 പാസ്സായി ജർമ്മനിക്ക് ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് ഓർത്തിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്കറിയാലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ B1 വരെ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ B2 എക്സാം എഴുതിയിട്ടാണ് ഞാൻ എക്സാം പാസ്സായി ജർമ്മനിക്ക് വന്നത്. അപ്പം എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കേണ്ടായി ഞാൻ എങ്ങനെയാണ് അങ്ങനെ പാസ്സായത്. അപ്പം എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാമോ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നു ഞാൻ എന്താ ചെയ്തതെന്ന്. പക്ഷേ എല്ലാവർക്കൊക്കെ അങ്ങനെ കുറേ ആളുകളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആളുകൾക്ക് സഹായം ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ട്രിക്സോ ടിപ്സോ ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്ക് എന്ത് കാര്യം നമ്മൾ പഠിച്ചാലും ഓരോരുത്തർക്ക് ഓരോ രീതിക്കല്ലേ ഓരോരുത്തർ പഠിക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇതിനു മുന്നേ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതല്ലാതെ ബാക്കി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കൊടുത്ത ഒരു ഇമ്പോർട്ടൻസിനേക്കാൾ കൂടുതൽ ഞാൻ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ള പ്രോസസ്സിൽ കൊടുത്തായിരുന്നു. കാരണം അത് എൻ്റെ സ്വന്തം തീരുമാനമായിരുന്നു ഞാൻ ജർമ്മനിക്ക് വരിക എന്നുള്ളത്. അപ്പം അത് കാരണം ഞാൻ ഭയങ്കര പ്രയോറിറ്റി ആയിട്ട് കണ്ടിട്ടാണ് ഞാനിത് പഠിച്ചത്. അല്ലാതെ ചുമ്മാ ഒരു നേരം പോക്കായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ബേസിക്സ് തൊട്ട് പഠിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ A1 ഫസ്റ്റ് ഡേ തൊട്ട് B1 ലാസ്റ്റ് ഡേ വരെ ഞാൻ ഒരേ ഇമ്പോർട്ടൻസോട് കൂടി ഞാൻ ഒരേപോലെ ശ്രദ്ധ കൊടുത്ത് അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ട് വന്നായിരുന്നത്. പക്ഷെ ഞാനും സ്വാഭാവികമായിട്ടും ഒരു ശൈലി രൂപപ്പെടുത്തിയെടുത്തു അത് പഠിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നിയ ഒരു രീതി, എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. വേറൊരാൾക്ക് അത് ഹെൽപ്ഫുൾ ആവണോ നിർബന്ധമില്ല, പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബേസിക്സ് തൊട്ട് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ A1 പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും A1 ബേസിക് ലെവലല്ലേ B1 ആയിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കുകയല്ല. കാരണം നമ്മൾ ആ A1 തൊട്ട് നല്ല രീതിക്ക് പഠിച്ച് വന്നാൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് വരുന്ന ലെവലുകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴും ആ ഒരു ബേസ് നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഓരോന്ന് പടുത്ത് പൊക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ആ A1 നമ്മൾ ബേസിക് ആയിട്ട് കുറേ ഗ്രാമർ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് പഠിച്ച് നമുക്കത് തറവല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റൂല. ഞാൻ എങ്ങനെയാണ് B1 വരെ പഠിച്ചിട്ട് B2 എഴുതിയെടുത്തേ, അതെങ്ങനെയാണ് ഞാൻ ചെയ്തേ എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളൊരു കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ B2 എക്സാമിന് വേണ്ടി മാത്രം എങ്ങനെയാണ് ഞാൻ അതിന് ഒന്ന് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്തത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇപ്പോൾ B1 കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ലതായിട്ട് അത്രയും നാൾ പഠിച്ചൊരു ലെവലല്ലാതെ അതിൽ കൂടുതൽ ഞാൻ പഠിച്ചായിരുന്നു B2 എക്സാം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് എങ്ങനെയാണ് പഠിച്ചതെന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണേ. ആദ്യമേ ഞാൻ പറയാൻ പോണേ ലേസൺ സ്റ്റൈലാണ്. എന്ന് വെച്ചാൽ റീഡിങ്ങിൻ്റെ സ്റ്റൈല്. ഞാനത് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ A1 തൊട്ടേ വായിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വായിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് തന്നെ കുറേ ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത് വായിക്കും. അങ്ങനെ അതിനകത്ത് എല്ലാ വാക്കുകളൊന്നും എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. ഞാൻ ചില വാക്കുകളൊക്കെ എഴുതിയിടും. ചില വാക്കുകൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എനിക്കിത് യൂസ് ചെയ്യാനേ പറ്റില്ല. എന്ന് വെച്ചാൽ അങ്ങനത്തെ വാക്കുകളുണ്ട്, നിങ്ങൾക്കത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള വാക്കുകൾ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഡോയ്ച്ചെ വെല്ലയിൽ ഇത് വായിക്കുമായിരുന്നു. അപ്പം അതുപോലെ വെച്ചാൽ ഞാൻ വായിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉറക്കം വായിക്കുമായിരുന്നു. ഞാൻ ഉറക്കം വായിക്കുന്നതിലൂടെ എനിക്ക് ആ ഒരു പ്രൊനൗൺസിയേഷനും കൂടി നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉറക്കം വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡോയ്ച്ചെ വെല്ലയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ ഒരു മുഴുവൻ രൂപം നമുക്ക് മനസ്സിലാവും, എന്താണ് അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് എന്നുള്ള കാര്യം. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മോഡൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അന്നേരം ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നേ. എല്ലാം എനിക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കൂടി എന്താണ് അതിൻ്റെ അകത്ത് ടോട്ടലായിട്ട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുമായിരുന്നു. പിന്നെ എനിക്കല്ല നല്ലതാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം വായിച്ചിട്ട് ഞാൻ ഉത്തരം എഴുതി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വായിച്ചു നോക്കില്ല. ചിലവർ പറയാം നമ്മൾ ഒന്നും കൂടെ വായിച്ച് നോക്കണം, എന്നിട്ട് നമ്മൾ കറക്റ്റ് ആണോ എന്ന് നോക്കണമെന്ന്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തെറ്റിപ്പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ഒന്നും കൂടെ വായിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റ പ്രാവശ്യം വായിച്ചിട്ട് ഞാൻ ഉത്തരം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനകത്ത് വായിച്ച് നോക്കത്തേ ഇല്ല. ലേസൻ്റെ അകത്ത് വായിച്ച് നോക്കില്ലായിരുന്നു. അതുപോലെ ലേസണിൽ തന്നെയുള്ള ഒരു ടൈലാണ് നമ്മൾ ആ മിസ്സായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആ ടെക്സ്റ്റ് ആദ്യം ഒന്ന് മുഴുവനായിട്ട് വായിക്കും. അപ്പം എന്താണ് നമുക്കൊരു ഏകദേശ രൂപം നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് മുന്നത്തെ കാര്യങ്ങൾ ഞാൻ വായിക്കും. അതിന് ശേഷത്തെ ആ ഒരു സെൻറ്റൻസും കൂടെ ഞാൻ വായിക്കും. അപ്പം അതിനകത്ത് നമുക്ക് ഏത് ടെൻസിലാണ് എങ്ങനെയാണ് അപ്പം ഇത് കണക്ട് ചെയ്യാനായിട്ടൊരു കണക്ടർ വേണോ എന്നാണ് ഞാൻ ആദ്യം നോക്കുന്നത്. അതിനുശേഷം കണക്ടർ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഇതാണോ അതാണോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കും. അപ്പം അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ
അതല്ല എന്ന് മനസ്സിലാകുമ്പോൾ അത് കളയും. പിന്നെ അടുത്തതിനെ കുറിച്ച് ചിന്തിക്കും. ഇപ്പം ഗ്രാമർ കാര്യങ്ങൾ ഓരോന്ന്. അപ്പം അങ്ങനെയാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. ചില സമയത്ത് നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം എന്താണെന്ന് ഒരു ഇതും കിട്ടത്തില്ല. ഇപ്പം ഞാൻ B2 എക്സാം എഴുതിയ സമയത്ത് എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ലെയ്സൺ ചെയ്തുകൊണ്ടിരുന്നായിരുന്നെ ഒരു വയലിൻ എന്നുള്ളൊരു വാക്കിന് മുന്നത്തെ ഒരു സാധനം മിസ്സിങ് ആയിരുന്നു. അതെന്താണെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. കാരണം അന്നും എനിക്കറിയില്ലായിരുന്നു, ഇന്നും എനിക്കറിയത്തില്ല. കാരണം അതിന് മുന്നത്തെ ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഓർക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും അത് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് എടുക്കുന്നത് ബാക്കിയെല്ലാം എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഈ ഒരു വയലിൻ എന്നെഴുതിയതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന സാധനം എന്താണെന്ന് എനിക്കറിയില്ല. അന്നും എനിക്കറിയില്ല, ഇന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെ ചിലതൊക്കെ കാണും. പക്ഷേ എന്നാലും ഒരു മജോറിറ്റി കേസസിലും നമുക്ക് തന്നെ മനസ്സിലാവും ഇതാണെന്നോ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ പാർട്ടിക്കിളാണോ കണക്ടറാണോ അതാണോ ഇതാണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഒരു ലെയ്സൺ എന്നൊരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ആ ഒരു ഹാബിറ്റിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അത് ഭയങ്കര ഒരു നല്ലതാണ് ശരിക്കും പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഷൈബൻ ടൈലിനെ കുറിച്ചാണ്. വെച്ചാൽ റൈറ്റിങ്ങിൻ്റെ ടൈൽ. എനിക്ക് ഈ 4 ടൈലിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ടൈൽ എന്ന് പറയുന്നത് എനിക്ക് റൈറ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എഴുതാനായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ B2 റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ A1 മുതലുള്ള ഗ്രാമർ മുഴുവൻ നമ്മൾ ഇതിനകത്ത് എഴുതി കുത്തിക്കണം. ഞാനാണെങ്കിൽ ഇപ്പം നേഴ്സിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ പറയാറുണ്ട്, ആരും നമ്മളെ ഭാഷ എന്തോരം സംസാരിക്കും, നമുക്ക് എന്തൊക്കെ ഗ്രാമർ അറിയാം എന്നതിനെക്കുറിച്ചൊന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവരിയ്ക്കുന്നത്. നമ്മൾ ലാംഗ്വേജ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു രീതിക്ക് മാത്രം യൂസ് ചെയ്താൽ മതിയെന്ന്. പക്ഷെ നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരെ നമ്മൾ അറിയിക്കണം നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള രീതിക്ക്. അപ്പം നമ്മൾ പഠിച്ച കണക്ടേഴ്സും ഇൻഡയറക്റ്റ് വേവ് ഫ്രാഗ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് എഴുതി ചേർക്കാം. ചുമ്മാ കുത്തിക്കിറ്റ് വെക്കാന്നല്ല, ഈ സ്വൈറ്റൈലിക കണക്ടർ എന്നൊക്കെ പറയത്തില്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഭയങ്കര മാർക്കും കാര്യങ്ങളും കിട്ടും. അപ്പം അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ നമ്മൾ എല്ലാം നമുക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം എന്ന് ആ ഒരു ഇത് വായിക്കുന്ന എക്സാമിനർക്ക് അത് മനസ്സിലാവണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു എക്സാം എഴുതുന്ന സമയത്ത്. കാരണം എനിക്കാണെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ പസിൽ പോലെ ഫീൽ ചെയ്യുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എനിക്ക് എഴുതുമായിരുന്നു. ഞാനിങ്ങനെ ഇരുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും, മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് എഴുതും. അല്ലെങ്കിൽ ഇപ്പം എന്തിനെങ്കിലും കുറിച്ചൊക്കെ ഞാനിങ്ങനെ എഴുതുമായിരുന്നു. ഇന്നത് ഇപ്പം ഓണം ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്, അത് ചെയ്താൽ ഇങ്ങനെ, ഇത് മാത്രമല്ല അതും കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ഒഴുക്ക് കിട്ടും എഴുതാനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആ കറക്റ്റ് ടു ദ പോയിന്റ് മാത്രമല്ല, അതല്ലാതെ കുറച്ചും കൂടെ വിശദീകരിച്ചും കൂടെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായി, ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, അപ്പം നിങ്ങൾ എന്നാണ് ചെല്ലുന്നത്, എപ്പോഴാണ് പോകുന്നത് എന്ന് മാത്രമേ അതിൻ്റെ അകത്ത് ചോദിക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എഴുതാം. എനിക്ക് വെള്ളിയാഴ്ച വരെ ജർമ്മൻ്റെ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം, അപ്പം ശനിയാഴ്ച വൈകുന്നേരം ആണല്ലോ നിൻ്റെ ബർത്ത്ഡേ പാർട്ടി, അപ്പം ഞാൻ നിന്നെ അതിനെല്ലാത്തിനും സഹായിക്കാം, അതിനുശേഷം നമ്മൾക്ക് ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞായറാഴ്ച ഞാൻ തിരിച്ചു പോരും, കാരണം എനിക്ക് ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അപ്പം അതിനൊക്കെ കുറച്ച് നമ്മുടെ ഭാവനയൊക്കെ നമുക്ക് വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ഭാവന വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ച് നമുക്കൊരു ശീലം ഉണ്ടാവണം. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് നടക്കുകയില്ല. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ ചെയ്യിപ്പിക്കുന്നതല്ലാതെ അതിൽ കൂടുതൽ നമ്മൾ നമ്മുടെ സ്വന്തം ഭാഗത്തുനിന്ന്, കാരണം നമ്മൾ പാസ്സാവാന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലോ, അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ എഫേർട്ട് ഇടുക. ഈ മോക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു 15 ദിവസം മുന്നേ തൊട്ട് നമ്മൾ മോക്ക് എക്സാംസ് ഈ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം നമുക്കതൊരു പ്രാക്ടീസ് ആവുകയും ചെയ്യുമല്ലോ. പിന്നെ ഞാൻ ഈ ഡോയ്ച്ചെ വെല്ലെയൊക്കെ കേൾക്കുന്ന വായിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്ന വെർബുകളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് ലെറ്റർ എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ സ്പ്രെഹൻ്റെ സമയത്തോ ഒക്കെ എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു. അതുപോലെ ഇപ്പോൾ നോമൻ വെർബ് കോമ്പിനേഷനും അതുപോലെ വെർബ് മിറ്റ് പ്രപ്പോസിഷൻ എന്നൊക്കെ പറയത്തില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രസീവ് ആയിരിക്കും. അതുപോലെ നമുക്ക് കാണാപ്പാടം പഠിച്ചു വെക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, ആ റേഡിയോമെറ്റൽസുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ എക്സാമിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെയുള്ളത് സ്പ്രെഹനാണ്. സ്പ്രെഹൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നാക്കിൽ അത് ഓട്ടോമാറ്റിക്കലി വഴക്കമുണ്ടല്ലോ, അതിങ്ങനെ അങ്ങ് വരും. നമ്മൾ പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ എക്സാമിന് പോയി എന്നിട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണിക്കേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പം നമുക്ക് ആ ഒരു നമ്മൾ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ പോലും നമ്മൾക്ക് ആ ഒരു ഒഴുക്കിനങ്ങ് പറയാൻ പറ്റും. അതുപോലെ ഈ റേഡിയോമെറ്റൽസ് പഠിച്ചു വെക്കുക. ഇപ്പം നമ്മൾ ഈ സ്പ്രെഹൻ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൈബൻ കുറച്ചും കൂടി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രെഹൻ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം നമ്മൾ ഇതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ സ്പ്രെഹൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്ന കാര്യങ്ങൾ അറിയാമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ഈ ഷൈബൻ ചെയ്യാൻ ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സ്പ്രെഹൻ്റെ അകത്തും
ചെയ്യാൻ പറ്റും. പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുക, ടെൻഷൻ അടിക്കാതിരിക്കുക. ടെൻഷനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന് മുന്നേ റിലാക്സേഷൻ ടെക്നിക്സ് എന്തെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പോവുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രഹനും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മളിപ്പം ഗോയിത്ര സെൻറ്ററിലൊക്കെ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സായിട്ട് കിട്ടുന്നത് അവിടെ പഠിക്കുന്നവർ തന്നെയായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ വേറൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട്ണറായിട്ട് കിട്ടുന്ന ആരാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ഇൻ കേസ് അവിടെ ചെന്നതിന് ശേഷം അറിയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തമ്മിൽ പറയും, ഇപ്പം ഒരു കോൺവെർസേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, നീ സ്റ്റാർട്ട് ചെയ്യണ്ട, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, നീ എന്ത് ചെയ്യാം, അങ്ങനത്തെ രീതിക്ക് നമുക്ക് പറഞ്ഞിട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിക്കാം, മിസ്റ്റേക്ക് പറ്റിയാലും കുഴപ്പമില്ല, നിങ്ങളൊരു എൻഷുൾഡിഗുങ്ങോ അല്ലെങ്കിൽ എസ്റ്റുട്മിയ ലൈഡെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ സ്വന്തമായിട്ട് തിരുത്താനും പറ്റും. അപ്പോൾ അവർക്കും അറിയാമല്ലോ, നമുക്കത് അറിയാം എന്നുള്ള കാര്യമാണ്. നമ്മൾ ആ ഒരു കണ്ണടച്ച് പോവാതെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് പറ്റിയത് സംബന്ധിച്ചിട്ട് നമ്മൾ ബാക്കി പറയാം. ഇനിയിപ്പോൾ അറിയില്ലാത്തൊരു കാര്യമാണ്, നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയാം. അപ്പം എങ്ങാനും അവർക്ക് നമ്മൾ സംസാരിക്കുന്ന കാര്യം നല്ലതാണെന്ന് കേട്ടിട്ട് അവർക്ക് പാസ്സാക്കാൻ തോന്നിയാലോ, നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഹ്യോറനാണ്. ഹ്യോറൻ പ്രാക്ടീസ് ചെയ്ത് മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഹ്യോറിനൊന്നും അത്ര ക്ലിയർ അല്ല. ഇപ്പോൾ ട്രെയിൻ പോകുന്ന സൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സൗണ്ടിൻ്റെ കൂടെ ആയിരിക്കും ഒരാൾ സംസാരിക്കുക. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ അതിന് ഒരു ക്ലാരിറ്റി ഒന്ന് കുറവാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഹോളിൽ ഇരുന്നതിന് ശേഷം ഇതിങ്ങനെ മൈക്കിൽ കൂടെ കേൾക്കുന്ന സമയത്താണ്, സ്പീക്കറിൽ കൂടെ കേൾക്കുന്ന സമയത്ത് നമുക്കത് എല്ലാം മനസ്സിലാവില്ല. ഇപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് ആവണമെന്നില്ല. ഇപ്പം ഞാനൊക്കെ എക്സാം ചെയ്യുന്ന സമയത്ത് വെച്ചൊരു വലിയ ഹോളിൽ ഒരു 2 സ്പീക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ പുറകിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ ഒരു തഴക്കം വന്നാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏവൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാം. കൊച്ചു കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളിലേക്ക് വരിക. ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഡോയ്ച്ചെ വെല്ലയിലാണെങ്കിൽ പോലും A1 ലെവൽ തൊട്ട് B2 ലെവൽ വരെയുള്ള ലെവൽ അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. അതല്ലെങ്കിൽ പോലും നമുക്ക് ഈ ബുക്കിൻ്റെ കൂടെ CD കിട്ടും, അത് കേട്ടാലും നല്ലതായിരിക്കും. എക്സ്ട്രാ ഒന്നും കേൾക്കാൻ സമയമില്ല അല്ലെങ്കിൽ സാഹചര്യം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കിത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ടോട്ടലി എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നോക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു ഷൈബൻ ഒരു ലെറ്റർ എഴുതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മളത് നോക്കുവാണ്, അപ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ മിസ്റ്റേക്സ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാം എനിക്കിത് സ്ഥിരമായിട്ട് വരുന്നൊരു മിസ്റ്റേക്കാണ്, ഞാനത് തിരുത്തണം. അപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് തിരുത്താൻ പറ്റും. പിന്നെ വെച്ചാൽ നമ്മൾ തിരുത്തുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ നമ്മളിത് മിസ്റ്റേക്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ഒക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പോഡ്കാസ്റ്റുകളുണ്ട്, അതുപോലെ യൂട്യൂബ്, ഒന്നും ചെയ്യണ്ട, യൂട്യൂബ് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ ഒരുപാട് നമുക്ക് അതിനുള്ള റിസോഴ്സസും കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. എക്സാമിനേഷൻ ഡേ, ആ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് ഡേ എന്നൊക്കെ പറയുന്ന ഒരു ഡേ ആയിരിക്കത്തില്ലേ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പം അതിനെ ഒന്ന് അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ടെൻഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ മറന്നു പോകുന്ന, പഠിച്ച എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന കുറച്ച് ആൾക്കാരൊക്കെ എനിക്കറിയാം. നമുക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കുക. നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് അല്ലേ, പിന്നെ നമുക്ക് എന്താ വരിക എന്നുള്ളൊരു ആകാംക്ഷ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ലാംഗ്വേജ് ആണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും പഠിച്ചു വെക്കാൻ പറ്റില്ല. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അത് ഫേറ്റ് എന്ന് വിചാരിക്കുക, അല്ലാണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വരുന്ന വഴിക്കോ കാണുക എന്നുള്ള രീതിക്ക് പോവാം. പിന്നെ നമ്മളിങ്ങനെ കുറേ എക്സാംസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ടൈം മാനേജ്മെൻറ്റ് എബിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് കുറേ കോൺഫിഡൻസും കാര്യങ്ങളും വരും. പിന്നെ എന്തെങ്കിലും ടെൻഷൻസ് ഉള്ളവർ റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക. പിന്നെ ചില ആളുകൾ നമ്മൾ എന്തോരം പഠിച്ചാലും സംസാരിക്കാൻ പേടിയുള്ള ആളുകൾ, ആ പേടിയുള്ള ആളുകൾ പേടി മാറ്റാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരിനെ വെക്കാം, എന്നിട്ട് സംസാരിക്കാം. സംസാരിച്ച് നമുക്ക് പേടി മാറ്റാൻ പറ്റും. ഇപ്പം ഷൈബനി തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഇപ്പോൾ ഒന്നെങ്കിൽ ഞാനും എൻ്റെ കൂട്ടുകാരും നമ്മൾ ഒന്നിച്ചായിരിക്കും പഠിക്കാം. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ 2 ദിവസം ഞാൻ എൻ്റെ തന്നെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ്, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കറക്റ്റ് ചെയ്യും, അവൾ എൻ്റെ കറക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റൊരാളുടെ തെറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ അയാളിപ്പം ആ ഒരു സെൻറ്റൻസ് ഫോം ചെയ്തേക്കുന്ന രീതി, ചിലവർ നല്ല ഭംഗിയായിട്ട് എഴുതുന്ന ആളുകളുണ്ട്. അപ്പം ആ ഒരു രീതി അത് കൊള്ളാലോ എന്ന് തോന്നി നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്കത് എഴുതാൻ പറ്റും. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിലും നല്ലതായിരിക്കും. കാരണം ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ആളുകളുണ്ടെങ്കിൽ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വ്യത്യസ്തതകളുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യസ്തതകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ഗ്രാമറും വൊക്കാബുലറി കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അത് നമ്മൾ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ശരിക്കും ഇപ്പം നമ്മൾ A1 തൊട്ട് പഠിച്ച ഗ്രാമറുകൾ കാര്യങ്ങൾ, അതുപോലെ വൊക്കാബുലറീസ്, അങ്ങനെയെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കുക. പിന്നെ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നത് നല്ലതായിരുന്നു. ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഒന്നിച്ചാണ് ഞങ്ങൾ B2 എക്സാം അറ്റൻഡ് ചെയ്തത്. ആ ഒരു സമയത്ത് ഞങ്ങൾ റൂമിൽ പ്രാക്ടീസ് ചെയ്തൊരു കാര്യമായിരുന്നു. ഇപ്പം സ്പീക്കിംഗ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. അപ്പോൾ നമുക്കിത് കിട്ടുന്ന പോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുന്നു, അതിനുശേഷം ഇത്ര നേരം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ സമയമെടുക്കും.
അതിനുശേഷം ഞാൻ അവളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യും, അവൾ എൻ്റെ മുന്നിൽ പ്രസന്റ് ചെയ്യും. അപ്പം ഞാൻ അവളുടെ മിസ്റ്റേക്സ് എഴുതി വയ്ക്കും, അവൾ എൻ്റെ മിസ്റ്റേക്സ് എഴുതി വയ്ക്കും, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതൊരു നല്ല മെത്തഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. അപ്പം കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വീക്ക്നെസ് ആയിട്ടുള്ളത്. അപ്പം ആ ഒരു വീക്ക്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്നിനും ഒരു കുറുക്കുവഴിയില്ല. ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് നമുക്ക് ലാംഗ്വേജ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും കുറുക്കു വഴികളിലൂടെ നമ്മൾ പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ആ ഒരു ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടെ ജർമ്മനിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും A1 ലെവലോട്ടേ പഠിക്കുക. ഇപ്പം A2 B1 B2 ലെവൽ ആയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബേസിക് ഗ്രാമറും കാര്യങ്ങളും ഒക്കെ പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. കോൺജുഗേഷൻസ് കാര്യങ്ങൾ, ഈ ആർട്ടിക്കിൾസ്, അതൊക്കെ ഭയങ്കര ബേസിക് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചേക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലാംഗ്വേജ് പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും മെസ്സേജ് അയക്കാം. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ജർമ്മൻ പഠിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ B2 എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.